ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊരു ജ്വല്ലറി ഹണ്ടെന്നോ അല്ലെങ്കിൽ ബ്രോഡ്വേയിൽ പോകുന്ന ഒരു വ്ളോഗെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഞാൻ രാവിലെ തന്നെ വിളിച്ചിട്ടിനെ പ്രിയങ്ക ചേച്ചിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും പ്രിയങ്ക ചേച്ചിയും കൂടിയിട്ട് ഇപ്പം പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് ചേച്ചിയുടെ ഫ്ലാറ്റിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ ഒരു ലിറ്റിൽ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി റെസ്റ്റോറൻ്റാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ. എപ്പോഴേലും വരുമ്പോൾ പൊറ്റക്കുഴി ജംഗ്ഷൻ്റെ അടുത്താണ്. ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഊബർ എടുത്തിട്ട് നേരെ നസീമേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്ന് നസീമേൻ്റെ കാർ എടുത്ത് നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് പോവുകയാണ്. അപ്പോൾ സിലിക്കൻ്റെ അടുത്തുള്ള ഫ്രീ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി നമ്മൾ ഈ ഒരു ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ ഡാൻസിന് ആവശ്യമുള്ള ഇയറിങ്ങും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഒരു ഇതിലാണ് കേട്ടോ, ഷോപ്പിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ബ്രോഡ്വേ ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുകയും കൂടിയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇയറിങ് വാങ്ങുന്നതിൻ്റെ മുന്നേ. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവസാനം ആദ്യം പോയ ഷോപ്പിൽ തന്നെ പോയി. പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴി ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറി കയറി. പ്രിയങ്ക ചേച്ചി പറഞ്ഞാൽ അടിപൊളിയാണെന്ന്. പക്ഷെ ഞാൻ ഷുഗർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വാങ്ങിയില്ല കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ റഹ്മാനിയിൽ പോയി അവിടുന്ന് ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ അനുപേട്ടനുള്ള സമയത്ത് 2-3 തവണ ഞാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റഹ്മാനിയിലെ ബിരിയാണി. അപ്പം ഞാനും പ്രിയങ്ക ചേച്ചിയും ഒരു ഹാഫ് ചിക്കൻ ബിരിയാണിയും നസീമ ഹാഫ് ബീഫ് ബിരിയാണിയും വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞൊരു ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ റീസ് ചേച്ചീൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നതാണ്. നമ്മുടെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ കൊറിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് സെക്യൂരിറ്റീനെ കാണുന്നുണ്ടായിരുന്നില്ല. അതിനെ ഫ്ലാറ്റിൽ കയറുന്നതിൻ്റെ മുന്നേ നമ്മളവിടെ പേരൊക്കെ എഴുതി കൊടുക്കണമല്ലോ. അങ്ങനെ ട്രീ ചേച്ചീൻ്റെ ഫ്ലാറ്റിൽ പോയി നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഒരു സോങ് ഒന്നും കൊറിയോ ചെയ്യാണ്ടായിരുന്നു. അത് കൊറിയോ ചെയ്ത് നമ്മൾ നേരെ പ്രിയങ്ക ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോയി മക്കളെ പിക്ക് ചെയ്ത് നസീമിൻ്റെ മക്കളേനെയും പിക്ക് ചെയ്ത് നേരെ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ പനമ്പള്ളി നഗറിലുള്ള പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ചിൽഡ്രൻസ് ഡേൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ പിള്ളേർ ഈ വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഒന്ന് ഫണ്ണായിക്കോട്ടെ നേഴ്സ് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇതാണ് കൊച്ചി ടൈംസിൻ്റെയും ടൈംസ് ഓഫ് ഇന്ത്യൻ്റെയും ഇതിൽ നടത്തുന്ന എന്തോ ഒരു ഇവൻ്റാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇൻഫ്യൂഷൻ ടെസ്റ്റോ അങ്ങനെ എന്തോ ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി അല്ല, ആക്ച്വലി ഇവർക്ക് ഇതിലൊരു സമ്മർ ക്യാമ്പ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു ചെറിയ പ്രായം മുതലേ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സാമിനൊക്കെ നല്ല ഫോട്ടോഗ്രാഫിക് മെമ്മറി, അതേമാതിരി ഭയങ്കര കോൺസെൻട്രേഷൻ, ലാക്ക് ഓഫ് അറ്റൻഷനൊക്കെ കുറയും എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ എമൗണ്ട് കുറച്ച് കൂടുതലാണ്, പക്ഷേ നല്ലതാണെന്ന് തോന്നി അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ട്രീസ ചേച്ചീനെയും പ്രിയങ്ക ചേച്ചീനെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടിട്ട് ഒരു പാരൻ്റാന്ന് തോന്നിയില്ല തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ട്രീസ ചേച്ചീൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു റാൻഡം പേജ് കളറിങ് ബുക്കിൽ ഒരു പേജ് എടുത്ത് കൊടുത്ത് ആ കുട്ടി കണ്ണ് കെട്ടി ആ പിക്ചർ പെയിൻറ്റ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ആക്ച്വലി നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നും. ഓരോ കുട്ടികളും ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ആകുമ്പോൾ എല്ലാം ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ടാണ് ഇവർക്ക് ചെയ്യുന്നത്. നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഡ്രസ്സ് വിത്ത് എവ്രി മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയുന്നു. കണ്ണ് കെട്ടി ആ കുട്ടി പെയിൻറ്റ് ചെയ്യുന്നു. വേറൊരു കുട്ടി കണ്ണ് കെട്ടി ഒരു കുട്ടി എഴുതി കൊടുത്ത സെൻറ്റൻസ് വിത്തൗട്ട് എനി മിസ്സിങ് ഔട്ട് എനി ഫുൾ സ്റ്റോപ്പ് ആൻഡ് എവറിത്തിങ് ആ കുട്ടി അത് എഴുതി കാണിക്കുന്നു. നമ്മൾ ഇപ്പം പ്രിയങ്ക ചേച്ചി കയറിയിട്ടുള്ളത് ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന കുട്ടി കണ്ണ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് അതേ ആക്ഷൻ തിരിച്ച് കാണിക്കും. അപ്പോൾ ആക്ച്വലി ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. അപ്പോൾ അവർ പറയുന്നത് എല്ലാ കുട്ടികൾക്കും വിത്ത് ട്രെയിനിങ് അത് ചെയ്യാൻ പറ്റും എന്നാണ്. നമുക്ക് പ്രെഡിക്ഷൻസ് ചെയ്യാൻ പറ്റുന്നു. ലൈക്ക് കുട്ടികൾ രാവിലെ അമ്മ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഐ മീൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഐ മീൻ പറയും എന്നാണ് അവർ പറയുന്നത്. ലൈക്ക് ഇതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. പക്ഷേ
നല്ല അടിപൊളി ഇവൻ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സൈഡിൽ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ സാധനം ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്നൊരു അത് ഞാൻ കുറേ ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിച്ചറിനെ കണ്ടപ്പോൾ ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യട്ടെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലുപരി ഇത് നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഞാൻ അവനോട് എപ്പോഴും കാണാൻ പറയാറുള്ളത്. അവൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ പ്രിയങ്ക ചേച്ചീൻ്റെ മോൻ അച്ചോട്ടൂസ്. അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ബാക്കിൽ ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഒരു ഇവൻ്റ്, ഐ മീൻ അവരൊരു ജസ്റ്റ് ഒരു സിമ്പിൾ കൊറിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡാൻസ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പനമ്പള്ളി നഗറിൽ തന്നെയുള്ള ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഞാൻ ഓഡിയോ വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും കേട്ടോ. അവർ മോണിക്ക സോങ് ആണ് കൊറിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് ആൻഡ് ഫൈനൽ റൗണ്ട് വന്നപ്പോൾ പാട്ട് വെച്ചപ്പോൾ ഞാനും പ്രിയങ്ക ചേച്ചിയും ട്രീസ് ചേച്ചിയും കൂടി ഇവരെ കൂടെ വന്ന് ഡാൻസ് കളിച്ചു കേട്ടോ. ആക്ച്വലി ഇറ്റ് വാസ് ഫൺ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ടയർഡായി. നേരെ ഷിഫൂസ് മോമോ ഉണ്ടായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഷിഫൂസ് മോമോസിൽ വന്നിട്ട് വിച്ചുട്ടന് ഭയങ്കര ആഗ്രഹം കുറേ കാലങ്ങളായിട്ട് റാമേൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 150 റുപ്പീസുള്ള ജാപ്പനീസ് സ്ട്രീറ്റ് സ്റ്റൈൽ റാമേന്. അപ്പം ഞാനൊരു റാമേൻ വാങ്ങി, ഞാനൊരു പോപ്പിംഗ് ബോബ ഐസ് ടീ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൻസ് ബേക്കറി ഉണ്ടായിരുന്നു. ഇവിടെ ചോക്ലേറ്റ് കേക്ക് അടിപൊളിയാണെന്ന് പ്രിയങ്ക ചേച്ചി എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എൻ്റെ അറ്റ് ലാസ്റ്റ് അതും വാങ്ങി ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് കൂടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.